ഹേയ് അപ്പോൾ എല്ലാവരുടെ ചാനലിൽ സ്വാഗതം. കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എല്ലാവരും കേട്ടാണ്. നമ്മുടെ ബാഹുബലിയുടെ ഒരു 3ാം ഭാഗം ഒരുങ്ങുന്നു. ഈ കാര്യം ഒരു റൂമേഴ്സായിട്ട് വന്നതൊന്നല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ബാഹുബലി ദ ടോർച്ച് ബിയറർ എന്ന ഡോക്യുമെൻ്ററിയിൽ നമ്മുടെ പ്രഭാസ് എല്ലാവരൊക്കെ അനുഷ്ക എല്ലാവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബാഹുബലി 3 വരുന്നു. ആ പ്ലോട്ടും സംഭവങ്ങളൊന്നും ഇതുവരെ സെറ്റായിട്ടില്ല. നമ്മുടെ രാജമൗലി ഇല്ലാണ്ട് ഇതൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ആ ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം വരാനിരിക്കുന്നു. ഇനി അതിന് പിന്നിൽ എത്രമായിട്ട് കൃത്യമായിട്ടുള്ളൊരു ഉദ്ദേശമൊക്കെ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അങ്ങനെയാണെങ്കിൽ ബോക്സ് ഓഫീസ് ഭയങ്കര ഹിറ്റടിക്കാനുള്ള ചാൻസാണ്. കാരണം നമുക്കറിയാമല്ലോ, രാജമൗലി എന്ന പേര് മതി ബാഹുബലി 3 വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ അഭിപ്രായം നിങ്ങളെന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കുക. പുലി പതുങ്ങുന്നത് വെറുതെ അല്ല എന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി. നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം തമൻ എസ്സാണ് ചിത്രത്തിൻ്റെ മ്യൂസിക്കൽ ചെയ്യുന്നത്. ഓജി എന്ന സിനിമ മാത്രം കണ്ടാൽ മതി നമുക്ക് തമൻ്റെ റേഞ്ച് അറിയാൻ. അപ്പോൾ ഒറ്റക്കൊമ്പൻ എന്തായാലും ഒരു അടുത്ത ഹിറ്റ് തന്നെ ആയിരിക്കും. ഇനി കുറച്ച് OTT അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. നമ്മുടെ നസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് എന്ന ചിത്രം അങ്ങനെ OTTയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 3 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് OTTയിൽ എത്തിയത്. ചെറിയ ബഡ്ജറ്റിൽ എടുത്തൊരു ചിത്രമാണ് ഒബ്സെഷൻ. എന്നിട്ട് കളക്ഷൻ വാരി കൂട്ടിയതാണെങ്കിൽ വൻ റെക്കോർഡുകളാണ്. അപ്പോൾ ചിത്രം അങ്ങനെ OTTയിൽ എത്തുകയാണ്. ഈ വരുന്ന ജൂൺ 30 നമ്മുടെ ആപ്പിൾ TV ആമസോൺ പ്രൈമിലൂടെയൊക്കെ ജൂൺ 30 സ്ട്രീം ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ഇതിനു മുന്നേ അപ്ഡേറ്റ് പറഞ്ഞാണ് നമ്മുടെ നിവിൻ പോളിയും അൽഫോൺ ചിത്രത്തിൻ്റെ ഒരു ടൈറ്റിൽ ഇന്ന ദിവസം 27 നമ്മുടെ രാവിലെ 10 മണിക്ക് പത്മ തിയേറ്റർ കൊച്ചിയിൽ വെച്ച് ലോഞ്ച് നടക്കുന്നതായിരിക്കും. ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈറ്റിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മറ്റൊരു ടൈറ്റിൽ ലോഞ്ചും കൂടെ ഇന്നുണ്ട്. 27 11 മണിക്ക് നമ്മുടെ രഞ്ജിത്തിൻ്റെ സിനിമ, അതായത് നമ്മുടെ മമ്മൂക്ക ഷൺമുഖമായിട്ട് അഭിനയിക്കുന്ന ചെറിയ ഒരു ക്യാമിയോ ആയിട്ട് വരുന്നത്. മെയിൻ ലീഡായിട്ട് എത്തുന്നത് നമ്മുടെ പ്രകാശ് വർമ്മയാണ്. അപ്പോൾ എന്തായാലും ചിത്രത്തിൻ്റെ ടൈറ്റിലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ധർമ്മൻ എന്ന നമ്മുടെ രജനികാന്ത് ചിത്രത്തിൻ്റെ അപ്ഡേറ്റ്സൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണല്ലോ, സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ചിത്രത്തിലേക്ക് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മീനാക്ഷി ചൗധരിയാണ്. അപ്പം മെയിൻ ലീഡായിട്ടുള്ള ഫീമെയിൽ ലീഡ് നമ്മുടെ മീനാക്ഷി ചൗധരി തന്നെ ആയിരിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജയിലർ 2 പറ്റിയാണ്. ചിത്രം ദീപാവലി റിലീസായിട്ട് എത്താനാണ് അവർ നോക്കുന്നത്. ചിത്രത്തിൽ നമ്മുടെ ഹൃതിക് റോഷൻ്റെ ക്യാമിയോ റോൾസൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോർഷനൊക്കെ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് പാക്കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറക്കം എന്ന ഒരു സൈഫൈ ഒരു സൂംബി പരിപാടിയൊക്കെ തിയേറ്ററിൽ ഫ്ലോപ്പായ ഒരു ചിത്രമാണെങ്കിൽ പോലും ചിത്രം നമ്മുടെ സോണി ലീവിലൂടെ ഈ അടുത്ത് തന്നെ സ്ട്രീം ചെയ്യുന്നതായിരിക്കും. റിലീസ് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളും അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.